നമസ്കാരം. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം കിട്ടുക എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കാര്യമായ ഒരു ഇൻ്റർവ്യൂ പോലും നടക്കാത്ത സാഹചര്യത്തിൽ അയർലൻഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച NMBI ഡിസിഷൻ ലെറ്ററൊക്കെ കയ്യിൽ വെച്ച് കാത്തിരിക്കുന്ന ഒരുപാട് നേഴ്സുമാർ നാട്ടിലുള്ളപ്പോൾ വെറുതെ അതും ഇതുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇടണ്ട എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ അയർലൻഡിൽ കൊണ്ടുവന്നിട്ടുള്ള, അതായത് നേഴ്സുമാരായും ഹെൽത്ത് കെയർ വർക്കറായും അതുപോലെ തന്നെ സ്റ്റുഡൻസായുമൊക്കെ ആയിരക്കണക്കിന് ആളുകളെ അയർലൻഡിൽ എത്തിച്ചിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ അയർലൻഡിലെ മാനേജ്മെൻറ്റുമായി സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടാനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അങ്ങനെ ഈ ഏജൻസിയുമായി സംസാരിച്ച ചില വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിംഗ് ഒക്കെ മാറ്റി എങ്കിലും HSCക്ക് വേണ്ടുന്ന ഫണ്ടിങ് ഗവൺമെൻറ് നൽകാതിരിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റും അയർലൻഡിനകത്തു നിന്നും പുറത്തു നിന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ സ്ഥിതിയിൽ മുന്നോട്ടു പോകാൻ അയർലൻഡിലെ ഹോസ്പിറ്റലുകൾക്ക് അധിക നാൾ കഴിയില്ല. ഗംഭീരമായ സ്റ്റാഫ് ഷോർട്ടേജാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഏജൻസി സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ നേഴ്സസിനെയും കെയർ അസിസ്റ്റൻസിനെയും ഒക്കെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് എടുക്കുന്നത്. നേരത്തെ HSCയിൽ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളും പുതുതായിട്ട് റിക്രൂട്ട്മെൻറ്റ് നോക്കിയിരിക്കുന്ന ആളുകളും ധാരാളം ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് കൊണ്ട് അധിക നാൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വരുന്ന മാസങ്ങളിൽ തന്നെ നേഴ്സസിന് വേണ്ടിയുള്ള ധാരാളം ഇൻ്റർവ്യൂകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി അയർലൻഡിലെ ഹോസ്പിറ്റലുകളിലും മറ്റും വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹോളി ലാൻഡർ എന്ന ഏജൻസിയുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഏജൻസിയുടെ ഡീറ്റെയിൽ വിവരങ്ങൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ HSCയുടെ സാലറി പാക്കേജാണ് അവർ കൊടുക്കുന്നത്. കോട്ടയത്തും എറണാകുളത്തുമൊക്കെ അവർക്ക് ഓഫീസുകളുണ്ട്. അതിൻ്റെ ഇമെയിൽ ID നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അയർലൻഡിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോളി ലാൻഡർ ടീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയും അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽ വിവരങ്ങൾ അവരെ അറിയിക്കുക. അവരുടെ ഫോൺ നമ്പർ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻ്റായി അയർലൻഡിൽ എത്തണം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി അയർലൻഡിൽ എത്തണം, അതുമല്ല നിങ്ങൾക്ക് ഒരു നേഴ്സായിട്ട് തന്നെ അയർലൻഡിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഹോളി ലാൻഡറിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം അവർ മുഖേന അയർലൻഡിൽ വന്നിട്ടുള്ള ഒരുപാട് പേർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അവരെയൊക്കെ ഞങ്ങൾ അറിയുന്നതുമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾ അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.